തുമ്പമ്മേൻ്റെയും അല്ലൂട്ടൻ്റെയും മുഖത്ത് ഒരു 1000 ബൾബ് കത്തിച്ച് വെച്ച സന്തോഷമുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, അവർ ബേബീനെ കാണാൻ പോവുകയാണെന്നുള്ളൊരു വിശ്വാസത്തിൽ വരികയാണ് കേട്ടോ എൻ്റെ കൂടെ. ആക്ച്വലി എനിക്കും കുഞ്ഞിനെ കാണാൻ പറ്റണേ എന്ന് വിചാരിച്ചിട്ട്, കാരണം രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പം തൊട്ടിട്ട് എനിക്ക് ബേബീനെ കാണണം എന്നുള്ളൊരു ഒറ്റ വിചാരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പോവാണ്. വാവയ്ക്ക് ചെറിയ മഞ്ഞ ഉള്ളതുകൊണ്ട് ആ വാവ NICUലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുമൊന്നുമില്ല, എന്താ അവസ്ഥ ഒന്നും അറിയില്ല. എന്നാലും രണ്ട് കൽപ്പിച്ചുള്ള പോക്കാണിത്. പിള്ളേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണില്ല, ബിക്കോസ് ഇവരെയും കൂടെ മാനേജ് ചെയ്യാൻ അത്ര ഈസി അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആരും ജിമ്മിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ കൂടെ രണ്ടുപേരും കൊടുത്തയച്ചിട്ടോ. എന്താകുമോ എന്തോ, കാരണം ഇവർ രണ്ടുപേരും കൂടെ മാനേജ് ചെയ്യാൻ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എല്ലാ എണ്ണ അപ്പൊക്കെ വരച്ചിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ സെറ്റാക്കുന്നത്. ആയിരിക്കാൻ ആ ഒരു ശീലമല്ലല്ലോ. തുമ്പീനെ ഒറ്റയ്ക്കാണ് അവൾ ഡീൽ ചെയ്തോളൂ. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ എന്താക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും രണ്ടും കൽപ്പിച്ച് കൊടുത്തയക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തും, പിന്നെ അമ്മയും വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് വിട്ടതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നേരെ വാർഡിലേക്ക് പോവാണ്. ആക്ച്വലി കല്യാണി വേറെ സ്ഥലത്തും ബേബി വേറെ സ്ഥലത്തുമാണ്. അപ്പോൾ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ചെന്നപ്പോൾ ഞാൻ ആകെ അച്ഛനെ കണ്ടു ഗൈസ്. ഓക്കെ, കുട്ടിയുടെ ഡാഡി ഉണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാൻ NICUനുള്ളിൽ കയറുന്നതുകൊണ്ട് തന്നെ എന്നോട് സ്വർണ്ണമെല്ലാം അഴിക്കാൻ പറഞ്ഞു. എനിക്ക് ഇച്ചിരി കുറേ ഉണ്ടല്ലോ കാതിൽ, ഇതൊക്കെ കൂടെ വലിച്ചഴിച്ച് ഇറക്കി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കമ്മലൊക്കെ അയച്ച്. എന്നാലും എനിക്ക് വാവേനെ കാണാനുള്ള ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസൊന്നും ഇപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. എനിക്ക് എവിടേക്കോ നമ്മുടെ തുമ്പമ്മയുടെ ഫേസൊക്കെ എനിക്ക് തോന്നി കട്ടേനെ പോലെ ഉണ്ടെന്നൊക്കെ തോന്നുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുന്ന പോലെയല്ല, കുറച്ച് കഴിയുമ്പോൾ മുഖം നന്നായി മാറുമല്ലോ. അങ്ങനെ NICUയിൽ കയറി ഗൈസ്. ബേബി നമ്മളിത് അവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ബേബി അമ്മ പുറത്തേക്ക് ഇറങ്ങി, ഞാൻ ഉള്ളിലേക്ക് കയറിയതായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വെച്ചാൽ 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഷുഗറൊക്കെ കുറഞ്ഞ് ഞാനൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ അവസാനം അമ്മേനെ തിരിച്ച് കയറ്റി ഞാൻ ഇറങ്ങി. അച്ഛൻ്റെ കൂടെ ഞാൻ പോവുകയാണ്. റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇനി നേരെ ചെറുപ്പ എൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിക്കണം. മക്കൾ രണ്ടുപേരും അവിടെ ഉണ്ട്, എന്താ അവരുടെ അവസ്ഥ എന്നും കൂടെ അറിഞ്ഞൂടാ. അങ്ങനെ ഒരു വിധത്തിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ആയത് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം നല്ല ഇരുടായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അവിടേക്ക് മാറി നിൽക്കലൊന്നും നടക്കില്ല. NICUയിൽ ഒരാൾ നിന്നാൽ പിന്നെ ആ ആൾ തന്നെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ. അപ്പോൾ എനിക്ക് മാറി നിൽക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.